ഹൃദയരാഗം ഭാഗം 3. ഹൃദയമിടിപ്പ് കൂടി ആ നിമിഷം തന്നെ മരണം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോയ അവസരം പരിഭ്രമം കൊണ്ടോ സന്തോഷം കൊണ്ടോ വാക്കുകൾ പുറത്തേക്ക് പോലും വരുന്നില്ല. തിരിച്ചു മറുപടി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഹലോ. വീണ്ടും അപ്പുറത്തു നിന്നും ഘനഗാംഭീര്യമുള്ള ശബ്ദം. പെട്ടെന്ന് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. നീതു മുഖത്തേക്ക് നോക്കി ആംഗ്യം കാണിക്കുന്നുണ്ട്. എന്തുപറ്റി? എന്താടി? എനിക്കെന്തോ ഭയങ്കര പേടി പോലെ. എന്തു പേടി? സൗണ്ട് കേട്ടിട്ട് ഭയങ്കര കട്ടി. ഞാൻ അച്ഛന് മാത്രമേ ഈ കട്ടി കേട്ടിട്ടുള്ളൂ. മുഴക്കമുള്ള ശബ്ദം പോലെ. എനിക്കെന്തോ പേടി വന്നു. നിഷ്കളങ്കമായി പറഞ്ഞവളെ അന്തം വിട്ട് നോക്കി നിന്നു നീതു. ഇത്രയും പേടിയുള്ള നീയാണോ ഇങ്ങനെ പ്രേമിക്കാൻ പോകുന്നത്? നീതു ചിറി കൊട്ടി. ഡാ, എനിക്ക് ധൈര്യം കിട്ടിയില്ല. അതുകൊണ്ടല്ലേ? എങ്കിൽ നമുക്ക് പോവാം. ഏതായാലും നമ്പറും ഓർമ്മയുണ്ടല്ലോ. നാളെ വന്ന് വിളിക്കാം അല്ലേ? പിന്നെ നിനക്ക് വേണ്ടി ദിവസേന വീട്ടിൽ നിന്ന് എന്നെ വിടുക. നാളെ ഞാൻ വരില്ല. ഞാൻ നാളെ വീട്ടിൽ പോവാം. ഇനി ഞാൻ കോളേജ് തുറക്കുന്ന സമയം തിരിച്ചു വരും, നീതു പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെ വിളിക്കും? നമുക്കെന്നാൽ ലൈബ്രറി കയറിയിട്ട് പോവാം. കൊണ്ടുപോകുന്ന പുസ്തകമൊക്കെ നീ എപ്പോഴാണ് വായിച്ചു തീർക്കുന്നേ? വായിക്കുന്നതെന്ന് ആരും പറഞ്ഞു? ഞാൻ വെറുതെ മറിച്ചു നോക്കി തിരിച്ചു കൊടുക്കുന്നു. എടി ഭയങ്കരി, ആളെ കാണുന്നുണ്ടോ? കാണാനില്ലല്ലോ. നമ്മുടെ ലൈബ്രറിയുടെ അരികിലുള്ള ജനലിലൂടെ കുറേ നേരം നോക്കി നിൽക്കാം. എന്നാലും ഇങ്ങനെ അസ്ഥിക്ക് പിടിക്കാനും മാത്രം എന്താ നീ അയലിൽ കണ്ട പ്രത്യേകത? എനിക്കറിയില്ലടി. ഞാൻ പറഞ്ഞില്ലേ, അന്നൊരിക്കലൊരു വലിയമ്മ. കുറേ കേട്ടതാ. എന്നാ കേൾക്കണ്ട. എങ്ങനെയാണെന്നറിയില്ല. ചില ഇഷ്ടങ്ങൾ അങ്ങനെയല്ലേ. നമുക്കൊന്നും അറിയില്ലെങ്കിലും മനസ്സിൽ പതിഞ്ഞ് അങ്ങനെ ഒരിഷ്ടം. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. വീട്ടിലറിഞ്ഞാലോ? നീ എന്തു ചെയ്യും? അതിനെപ്പറ്റിയൊന്നും ഞാനിതുവരെ ആലോചിച്ചിട്ട് കൂടിയില്ല. ആൾക്ക് വേറെ ഇഷ്ടമുണ്ടെങ്കിലോ? ഞാൻ തകർന്നു പോവും. ഒന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത നീ ഇങ്ങനെ അന്ധമായി സ്നേഹിക്കാതെ. അതൊക്കെ ഞാൻ പറയും. ശരി, വാ. ലൈബ്രറിയിലേക്ക് കയറുമ്പോൾ പ്രതീക്ഷ തെറ്റിയിരുന്നില്ല. ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ആരോടോ ചിരിച്ച് വർത്തമാനം പറയുന്നത് കാണാം. ചിരിക്കുമ്പോൾ മാത്രം തെളിയുന്നൊരു ചുഴിയുണ്ട്. പെട്ടെന്ന് ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പോയിരുന്നു. സാധാരണ ഫുട്ബോൾ കളിക്കുന്ന വേഷത്തിലല്ല ആള്. ഒരു ജീൻസും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്. ഷർട്ട് അലസമായി ചുരുട്ടി വെച്ചിരിക്കുകയാണ്. കൈകളൊക്കെ സംസാരത്തിനിടയിൽ താടിയിൽ തടവുന്നുമുണ്ട്. അങ്ങനെയാണ് വർത്തമാനം പറയുന്നത്. അടുത്ത സുഹൃത്തോ മറ്റോ ആണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കില്ല. ഭാവം ഗൗരവമാണ്. കുറേ സമയം നോക്കി നിന്നപ്പോഴാണ് നീതു അരികിലേക്ക് വന്നത്. ഒരു മയത്തിലൊക്കെ ചോര കുടിക്കാൻ നോക്കടി. ഒന്ന് പോടി. ഇപ്പൊ തന്നെ നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയിട്ട് ഇഷ്ടമാണെന്ന് പറയാം. നീ ഒന്ന് പോയേ നീതു. ഫോൺ വിളിച്ച് സംസാരിക്കാൻ കഴിവില്ലാത്ത ഞാനാണ് നേരിട്ട് പറയാൻ പോകുന്നത്. എങ്കിൽ ഞാൻ ചെന്ന് പറയട്ടെ. നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്. പക്ഷെ ചേട്ടൻ അറിഞ്ഞാ? നീയല്ലേ പറഞ്ഞത് നിനക്ക് പറയാൻ പറ്റുമെന്ന്. എനിക്ക് പറയണം. എപ്പോഴെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് കാണുന്ന സമയത്ത് ബൈക്കിന് കൈ കാണിച്ച് നിർത്തി കാര്യങ്ങൾ പറയണം. കൊല്ലുക ഒന്നുമില്ലല്ലോ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും, അത്രേ ഉള്ളൂ. പറയാമല്ലേ? നീ അങ്ങോട്ട് പറയടി. അവിടെ കുറേ ആമ്പിളാർ നിൽപ്പില്ലേ? അതിനിടയ്ക്ക് പോയോ? അത് സാരമില്ല, നമുക്ക് വിളിക്കാമെന്ന്. നീതു പ്രോത്സാഹനം തന്നപ്പോൾ കയ്യിൽ കിട്ടിയൊരു പുസ്തകവും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും സംസാരിച്ചു നിന്ന ആളിനോട് യാത്രയും പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ടാക്കി പൊടി പടർത്തി ആള് പോയി കഴിഞ്ഞിരുന്നു. നിരാശയോടെ നീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. യോഗയില്ല അമ്മണിയെ, നീതു നിരാശയോടെ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു ആളോട് തൻ്റെ മനസ്സ് തുറന്ന് പറയണമെന്ന്. അത് പറയാതെ ഒരു സമാധാനം കിട്ടില്ലെന്ന്. പിറ്റേന്നൊരു കല്യാണമുണ്ടായിരുന്നു. എല്ലാവരും കൂടി പോകുന്നത് മോശമായതുകൊണ്ട് അമ്മ മാത്രമാണ് കല്യാണത്തിന് പോയത്. എൻ്റെ ഭാഗ്യം ഒന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ഫോൺ എടുക്കാതെയാണ് അമ്മ പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപു കളിക്കാനായി പോയി. വീട്ടിൽ ഞാൻ മാത്രമായ സമയം അമ്മയുടെ ഫോണിൽ നിന്നും ആളെയൊന്ന് വിളിച്ചാലോ എന്നൊരു ആശയം ഒന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നി. ആരുമില്ലെന്നുള്ള ധൈര്യത്തിൽ ഫോൺ എടുത്തു. നമ്പർ ഡയൽ ചെയ്തു. ഇതിനോടകം തന്നെ ആ നമ്പർ മനസ്സിൽ പടർത്തി എഴുതി കഴിഞ്ഞിരുന്നു. 3-4 റിങ്ങിന് ശേഷം അപ്പുറത്തു നിന്നും ഫോൺ എടുത്തു. ഹലോ. വീണ്ടും ഇന്നലെ തൻ്റെ സർവ്വ നാഡീഞരമ്പുകളും വിറപ്പിച്ച ശബ്ദം കാതിലേക്ക് അലയടിച്ചു. കുറച്ചു സമയം ഒന്നും സംസാരിച്ചില്ല. തൻ്റെ നിശ്വാസം പോലും അപ്പുറത്ത് കേൾക്കാമെന്ന് തോന്നി. ഹൃദയമിടിപ്പ് പോലും അത്രയും ഉച്ചത്തിലാണ്. ഹലോ, ആരാണ്? അപ്പുറത്ത് നിന്ന് വീണ്ടും അതിശക്തമായ ശബ്ദം വന്നു. ഫോൺ വിളിച്ചിട്ട് സംസാരിക്കാൻ അറിയില്ലേ? അല്പം ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല.
എന്ത് സംഭവിച്ചാലും പറഞ്ഞേ പറ്റൂ എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഒരു ദീർഘനിശ്വാസം വിട്ടു. വീണ്ടും ഫോൺ എടുത്ത് നമ്പർ ചെയ്തു. ഈ വട്ടം ഫോൺ അടിച്ചതും ഫോൺ എടുത്തു. ഹലോ, ഏതവനാടാ? നല്ല ദേഷ്യമാണ്. ഹലോ. അല്പം ഇടർച്ചയും തുടങ്ങിയിരുന്നു വാക്കുകൾക്ക്. ഹലോ, ആരാ? മറുവശം ഒരു സ്ത്രീ ശബ്ദമായതുകൊണ്ടാവാം ആള് ദേഷ്യത്തിന്റെ അനുപാതം ഒരല്പം കുറച്ചതുപോലെ തോന്നി. അനുവേട്ടനല്ലേ? അനന്തുവാണ്. ആ സംബോധന ആൾക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഇതാരാണ്? ഞാൻ ദിവ്യ. ഏത് ദിവ്യ? ഒരു നിമിഷം നിരാശ തോന്നിയിരുന്നു. പേര് പോലും ആൾക്കറിയില്ല. തന്നെ ഇതുവരെ ശ്രദ്ധിച്ചു പോലുമില്ല. അതുറപ്പാണ്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാണ്. അല്പം ഭയത്തോടെ പറഞ്ഞു. അതിന്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കൊച്ചേ, ചുമ്മാ കളിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പോകാൻ നോക്ക്. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. ഹലോ, വച്ചോ? ഇല്ല. ആ, പറ. ഒരു 4 വർഷമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുറന്നു പറയാനുള്ള ധൈര്യക്കുറവ് കൊണ്ട് ഇത്ര കാലം പറയാതിരുന്നത്. ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്പർ കണ്ടുപിടിച്ചത്. അത്രയും പറഞ്ഞ് മറുപടിക്ക് പോലും കാക്കാതെ ഫോൺ കട്ട് ചെയ്തിരുന്നു. അതിനുശേഷവും പൂർവ്വസ്ഥിതിയിലേക്കാകാൻ മടിക്കുന്ന നെഞ്ചിൽ കൈവച്ച് നോക്കി. എങ്ങനെ താൻ അത്രയും പറഞ്ഞുവെന്നറിയില്ല. ആ സമയം കൊണ്ട് ഐസിനേക്കാളും തണുത്ത പോലെ കൈകൾ. തൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ഇങ്ങോട്ടൊരു ഫോൺ വരുമെന്ന് പ്രതീക്ഷിച്ചു. എങ്കിലും അത് വന്നിരുന്നില്ല. ഈശ്വര, ഇനി രാത്രി എങ്ങാനും വിളിക്കുമോ? അങ്ങനെയാണെങ്കിൽ അമ്മയായിരിക്കുമല്ലോ ഫോൺ എടുക്കുന്നത് എന്ന് ഭയക്കുകയും ചെയ്തു. ഒടുക്കത്തെ ക്യൂവാടാ. സാധനം കിട്ടണമെങ്കിൽ പൊരി വെയിലത്ത് നിന്ന് തല പഴുക്കണം. അല്ലെങ്കിലും കള്ളോടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. എന്നിട്ട് കിട്ടിയോ? കിട്ടി. കുപ്പി ഉയർത്തി കിരൺ പറഞ്ഞു. നീ ആരോടാ ദേഷ്യപ്പെടുന്നത് കണ്ടത്? ഒരു പെണ്ണ് വിളിച്ചിട്ട് പറയാ 4 വർഷമായി പ്രേമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. പറയാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാ പറയാതിരുന്നതെന്ന്. അപ്പോഴേക്കും കിരണിന്റെ കണ്ണുകൾ മിഴിഞ്ഞു തുടങ്ങിയിരുന്നു. ഏത് പെണ്ണ്? ഏതോ ഒരു ദിവ്യ. അടിച്ചു മോനെ ബമ്പർ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഫോൺ കട്ടാക്കിയില്ലേ? എന്നിട്ട് നീ തിരിച്ചു വിളിച്ചില്ലേ? ഓ പിന്നെ, എനിക്ക് വേറെ പണിയില്ല. എങ്കിലും ആരാടാ അത്? ട്രൂ കോളർ നോക്കിയോ? ഒന്ന് പോടാപ്പാ, എനിക്കതിനാണ് നേരം. ഏതോ ഒരുത്തി വിളിച്ചിട്ട് എന്തോ പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോവാണ് ഞാൻ. പക്ഷെ പുല്ല് കണ്ടതുപോലെ. നിന്റെ വല്ല ആരാധികമാരും ആയിരിക്കും. പിന്നെ കോപ്പ്. നീ കയറിക്ക്. ബൈക്ക് ഇരപ്പിച്ചു പറഞ്ഞു. ആ സമയം ഒരുവൾ മൊബൈലിൻ്റെ ഡിസ്പ്ലേയും നോക്കി അവൻ്റെ കോളിനായി കാത്തിരുന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.